നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അബി. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഈ ഒരു ലോക്ക്ഡൗൺ കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മന്തിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷേ കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്ന് മന്തി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണത്. അപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോന് കുറച്ച് ലെങ്ത് ഉണ്ട്. അതിന് ഞാൻ ആദ്യം സോറി പറയുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ചിക്കന് മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏറ്റവും പ്രധാനമാണ് സ്കിന്നുള്ള ടൈപ്പ് ചിക്കൻ. ഇവിടെ നമുക്ക് സ്കിന്നുള്ള ടൈപ്പ് ചിക്കൻ ലഭ്യമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നോർമൽ ടൈപ്പാണ്. അത് 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ജീരകമാണ്, കാശ്മീർ ചില്ലി, കറാമ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ടൊമാറ്റോ പ്യൂരി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറാമ്പട്ടയുടെ ഇല, ഇഞ്ചി, ബ്ലാക്ക് ലെമൺ, വെളുത്തുള്ളി, ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, സെല്ല റൈസ് 1 കിലോ, പാം ഓയിൽ 100 ml, ചമല്ലി, ജീരകം, കുരുമുളക്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു കുക്കർ നമ്മൾ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് മല്ലി, കറാമ്പു, കുരുമുളക്, ഏലക്കായ, കറാമ്പട്ട, ജീരകം, ഇത്രയും സാധനങ്ങളൊന്ന് ചേർത്ത് നമ്മളൊന്ന് ചൂടാക്കി വഴറ്റിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നേരം ശരിക്കും ഒന്ന് ഇളക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഇതിന് ശേഷം ഇതിനൊക്കെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടതിന് ശേഷം അതും ശരിക്കും നമ്മൾ ഇളക്കേണ്ടതാണ്. നല്ല രീതിയിലൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 4 പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ചിക്കൻ ഇട്ടതിന് ശേഷവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. കഴിയുന്നതും നമ്മളെ കയ്യിലുള്ള സ്പൂൺ വെച്ച് ഇളക്കുന്ന നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്തുള്ള ചിക്കനെ ശരിക്കും അതിൻ്റെ അകത്ത് കുത്തിയിട്ട് ഉടയാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ടൊമാറ്റോയുടെ പ്യൂരി ആഡ് ചെയ്യുക. അതിനുശേഷവും നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ തുടർച്ചയായിട്ട് ശരിക്കും ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നാലേ അതിൻ്റെ അകത്ത് ഒരു ടൊമാറ്റോ പ്യൂരിയും അതേപോലെ തന്നെ താഴെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ഇപ്പം മുന്നേ ഉണ്ടായിരുന്ന മസാല കാര്യങ്ങളെല്ലാം തന്നെ ശരിക്കും ഒന്ന് ചിക്കനിലേക്കും കാര്യങ്ങളിലേക്കൊന്നും മിക്സായി ശരിക്കും വരുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ ആഡ് ചെയ്യുക. ഉപ്പ് അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഉപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാനും നമുക്ക് പ്രയാസമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ശരിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുന്നേ പറഞ്ഞ പോലെ തന്നെ ചിക്കന് കേട് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഉള്ളി കാര്യങ്ങളെല്ലാം ശരിക്കും ചിക്കനിലേക്ക് ഒന്ന് പകർന്നെത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിനുശേഷം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോളിലാണ് നമ്മൾ അരി എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ 2 ഇരട്ടിയായിട്ടായിരിക്കണം നമ്മൾ വെള്ളം എടുക്കുന്നത്. ഒരു ബോളിൽ അരി എടുക്കുന്ന നേരം 2 ബോളിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. അതിൻ്റെ അകത്തേക്കും കുറച്ചും കൂടെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് മാത്രം. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ബ്ലാക്ക് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് ലെമൺ ആണ് ശരിക്കും അതിൻ്റെ അകത്ത് ഫ്ലേവർ കൊണ്ടുവരുന്ന ഐറ്റം. കുക്കർ അടച്ചതിന് ശേഷം 3 വിസിലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കിതിൻ്റെ അരി കാര്യങ്ങളിലുള്ള വർക്കിലേക്ക് തുടരാം. സെല്ല റൈസാണ് കനം കുറഞ്ഞ നേർമയുള്ള അരിയാണ്, ബസ്മതിയുടെ തന്നെ. ഈ ഒരു അരിൻ്റെ കറക്റ്റ് ഭാഗം നമ്മൾ 2 മണിക്കൂറൊക്കെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിടുന്നേരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിക്കൻ 4 വിസിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം 4 വിസിലാവുന്നേരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓവറായിട്ട് വെന്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ നമുക്ക് ഈ ഒരു ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളമാണ്. ഈ ഒരു വെള്ളം നമ്മൾ കളയാൻ പാടില്ല. ഈ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഒന്നും കൂടെ അത് ചൂടാക്കിയെടുക്കുന്നത്. അതിനകത്ത് ബ്ലാക്ക് ലെമൺ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മാറ്റാൻ പാടില്ല. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ചും കൂടെ നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം അരി ഇടുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ കുതിർത്ത അരിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അരിൻ്റെ കറക്റ്റ് ഇപ്പം ഒരു കുതിർന്നതിൻ്റെ ശേഷമുള്ള ഒരു പരുവത്തിലായിട്ട് നമ്മൾ അരി ചേർക്കുകയാണ്. നമ്മൾ ശരിക്കും അരിൻ്റെ മുഴുവനായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം ശരിക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. കഴിയുന്നതും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്
നമ്മളത് അതിൻ്റെ അകത്തേക്ക് തന്നെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂട്ടിയിട്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം ലിഡ് അടച്ച് 2 വിസിലിന് വേണ്ടി കാത്തിരിക്കാവുന്നതാണ്. നമ്മളിത് ചെയ്യുന്ന നേരം നമ്മളൊരാളെ കുറച്ച് നേരം വെയിറ്റിങ്ങിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, ചിക്കൻ മന്തീൻ്റെ അകത്തുള്ള ചിക്കനാണത്. അപ്പോൾ ഈ ഒരു ചിക്കനെ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ ജിഞ്ചർ പേസ്റ്റും ഓയിലും ചേർത്ത് കഴിഞ്ഞ് ഒരു പേസ്റ്റാക്കി നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു പേസ്റ്റ് നമ്മൾ നേരെ ഈ ഒരു ചിക്കൻ്റെ മേൽ തേക്കാൻ പോവാണ് പൊരിച്ചെടുക്കാനായിട്ട്. നല്ല നിറവും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ചിക്കനിൽ നമ്മൾ പേസ്റ്റ് കഴിക്കുന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു പ്രാവശ്യം വേവിച്ച ചിക്കനായിരിക്കും. അതിനുശേഷം നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യുന്നവരും അധികമായിട്ട് വെന്ത് പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു സൈഡൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിക്കൻ മറിച്ചിടാവുന്നതാണ്. ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ചാർക്കോൾ കത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാം. ചാർക്കോൾ കത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കുഴിയിലിറക്കിയിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു കുഴിമന്തീൻ്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മന്തിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ റൈസ് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. റൈസ് നമ്മൾ തുറന്നപാടെ നമ്മൾ ശരിക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്, കറക്റ്റായി ഒന്ന് മിക്സായി കിട്ടാനായിട്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കുകയാണ്, സാമ്പാറിന് വേണ്ടി ഒരു കുഴി ഉണ്ടാക്കുന്ന പോലെ. അതിൻ്റെ അകത്ത് നമ്മൾ ചെറിയൊരു ബൗൾ വെച്ചതിന് ശേഷം ആ ഒരു ബൗളിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കത്തിച്ചിട്ടുണ്ടായിരുന്ന ചാർക്കോൾ എടുത്ത് അത്യാവശ്യം നല്ല ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് നോക്കരുത് ചൂടായിട്ടുണ്ടോ എന്നുള്ളത് പൊള്ളും. അപ്പോൾ നേരെ എടുത്ത കപ്പിലേക്ക് ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിക്കുമ്പോൾ നല്ല പുക വരും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു കുക്കറിനെ മൂടി ഇടണം. കഴിയുന്നതും പുക പുറത്തു പോകാതെ ശ്രദ്ധിക്കുക. 20 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ ലിഡ് തുറക്കാവുന്നതാണ്. തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കപ്പ് ചാർക്കോൾ ഇട്ടിരുന്ന കപ്പ് നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് റൈസ് ശരിക്കും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ മന്തി കുക്കർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ട മയോണൈസിൻ്റെയും അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ടൊമാറ്റോ ചട്നിയാണ്. ടൊമാറ്റോ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൊമാറ്റോ, 1 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളിയുടേത്, മല്ലിച്ചെപ്പ് കുറച്ചും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചിട്ട്, വല്ലാതെ അരയരുത്, നൈസായിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൊമാറ്റോ ചട്നി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് പുളി ലേശം കൂടുതലാണെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്. കാരണം തക്കാളീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പകുതി പൂനാരങ്ങയുടെ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ചേർക്കാവുന്നതാണ്. അതൊന്ന് റെഡിയാക്കാനായിട്ട്. നമുക്കിതിന് ഉണ്ടാക്കാനായിട്ട് ആകെ ചിലവ് വന്നിട്ടുള്ള രൂപ എന്ന് പറയുന്നത് എല്ലാം കൂടെ 350 രൂപയ്ക്ക് താഴെ മാത്രമാണ്. എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നേരെ ഡിസ്ക്രിപ്ഷനിൽ കാര്യം ഞാൻ മെൻഷൻ ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മന്തിയും അതേപോലെ തന്നെ മന്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി തീർച്ചയായും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ കാണും വരെ ക്യാമറമാനോടൊപ്പം അബ്ജിത്ത് സൈനിങ് ഓഫ്. ആഡിയോസ്.